കുട്ടികളുള്ള അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കാനാണ്. അങ്ങനല്ലേ അർത്ഥം വരിക? കുട്ടികളുള്ള അള്ളാഹ്, വേറൊരു അള്ളാഹ്. അതേപോലെ തന്നെ അവർ പറഞ്ഞില്ലേ, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇക്കൂട്ടരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ്. ചോദിക്കട്ടെ പേരോട്, ഇൻദല്ലാഹ് എന്ന് പറഞ്ഞിടത്തുള്ള അള്ളാഹ് ഏതാണ് അള്ളാഹ്? കുട്ടികളുള്ള അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങളുടെ റെക്കമെൻഡുകാരാണ് എന്നാണോ ഇവര് പറഞ്ഞത്? ആണോ? നിങ്ങൾ പറയണം. നിങ്ങൾ നോക്കൂ, ഇതേപോലെ എത്രയോ സംഭവങ്ങളിൽ കഴിഞ്ഞ പ്രസംഗത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹുദൈബിയ കരാർ എഴുതുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒന്ന് ആ ഒരു സംഭവം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും മുശ്രിക്കിന്റെ നേതാക്കന്മാരും ഒരു സ്ഥലത്ത്, ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഒരു കരാർ പത്രത്തിൽ ഒപ്പുവെക്കാൻ പോകുന്നു. കരാർ എഴുതാൻ പോകുന്ന നേരത്ത് അതാ മറുപക്ഷത്തുള്ള ആ ടീമിന്റെ നേതാവ് സുഹൈൽ എന്ന് പറയുന്ന വ്യക്തി അതാ എഴുതാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാഗത്ത് നിന്നുള്ള എഴുത്തുകാരനും എഴുതാൻ തുടങ്ങുകയാണ്. ആ അവസരത്തിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരം ഹുദൈബിയ കരാർ എഴുതാൻ തുടങ്ങുകയാണ് മുസ്ലിമീങ്ങൾ. അപ്പോൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ കരാറിൽ എഴുതി ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് കരാറങ്ങ് എഴുതിയപ്പോ അതാ അവരുടെ ഭാഗത്ത് നിന്ന്, മുശ്രിക്കിന്റെ ഭാഗത്ത് നിന്നുള്ള നേതാവ് പറയുന്നു, ചാടി എണീറ്റിട്ട്, മുഹമ്മദേ അത് മായിച്ച് കളയണം, റഹ്മാനിർ റഹീം എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, മറിച്ച് ബിസ്മികല്ലാഹുമ്മ ബിസ്മികല്ലാഹുമ്മ എന്ന് എഴുതിക്കോ, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ബിസ്മിക അല്ലാഹുമ്മ എഴുതിക്കോ എന്ന് മുശ്രിക്ക് പറയണം. റഹ്മാൻ റഹീം എന്ന് എഴുതാൻ ഞങ്ങൾ സമ്മതിക്കൂല, പക്ഷേ ബിസ്മിക അല്ലാഹുമ്മ എഴുതിക്കോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു കൊടുത്തില്ലേ? അത് കുട്ടികളുള്ള അള്ളാഹുടെ നാമത്തിലാണുണ്ടെങ്കിൽ നബി അതിന് സമ്മതിക്കോ? ഏതാണ് ആ ബിസ്മിക അല്ലാഹുമ്മ എന്നിടത്ത് അല്ലാഹുമ്മ ഏതാണ്? ചിന്തിക്കണേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. പേരോടിന് മറുപടി ഈ കാര്യങ്ങൾക്ക് പറയുന്നുണ്ടോ അതൊന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇയാൾ നടത്തിയ ഒരു തട്ടിപ്പ് കേൾക്കണ്ടേ? വമ്പിച്ച അട്ടിമറിയാണ് ഈ പിടികൂടാൻ പോകുന്നത്. വമ്പിച്ച അട്ടിമറിയാ പിടികൂടാൻ പോകുന്നത്. ഏത് അട്ടിമറിയാന്ന് നോക്കിക്കോ. എന്താ ഞാൻ പറഞ്ഞു തരിയോ? ശരിക്ക് ശ്രദ്ധിക്കണേ. ഇയാള് വളരെ തന്ത്രപരമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ നിന്ന് കുതറി ഓടി രക്ഷപ്പെടുന്നത് കണ്ടോ. എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ അന്ന് ചോദിച്ചു, എന്ത്? സമുദ്രത്തിൽ വെച്ച് മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചത് ഏത് അള്ളാനെയാണ്? ഇത് ചോദിച്ചില്ലേ? ഞാൻ ഇതുവരെ ചോദിച്ചതുപോലെ മുശ്രിക്കുകൾ സമുദ്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് ഏത് അള്ളാഹുവിനെയാണ്? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഉത്തരവും കിട്ടിയല്ലോ. ആ ഉത്തരം കൊടുത്ത അള്ളാഹു ഏതാകുന്നു? സങ്കല്പത്തിലുള്ള അള്ളാഹ് ഉത്തരം കൊടുക്കുമോ? ഇതാന്റെ ചോദ്യം. ഏത് അള്ളാനെയാ വിളിച്ചത്? ഏത് അള്ളയാ ഉത്തരം കൊടുത്തത്? ശരിക്കും ശ്രദ്ധിച്ചോളാം. എന്റെ ചോദ്യം എന്താന്ന് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം. അവര് വിളിച്ചു എന്നുള്ള പറയുന്നുണ്ടല്ലോ, അവര് വിളിച്ചു അല്ലാഹുവിനെ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നുള്ള പറയുന്നുണ്ടല്ലോ. നമ്മുടെ ചോദ്യം, ഏത് അള്ളാഹുവിനെയാണ് അവർ വിളിച്ചത്? മാത്രമല്ല പിന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, കരയിലേക്ക് നാം അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ ഇദാഹും യുശ്രികൂൻ, അവരതാ പങ്കു ചേർക്കുന്നു. അള്ളാഹ് അവരെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നു. ഇവരുടെ വിളിക്ക് ഉത്തരം കൊടുത്തില്ലേ? ആ ഉത്തരം കൊടുത്ത് രക്ഷപ്പെടുത്തിയ അള്ളാഹ് ആരാണ്? എന്തുകൊണ്ട് ഉത്തരം കിട്ടി എന്നല്ല എന്റെ ചോദ്യം. അത് പഠിച്ചു വെച്ചോ. എന്തുകൊണ്ട് അവർക്ക് ഉത്തരം കിട്ടി എന്നല്ല എന്റെ ചോദ്യം. ഇവര് വിളിച്ച അള്ളാഹ് ഏതാണ്? ഉത്തരം കൊടുത്ത അള്ളാരാ? ഇതാണ് എന്റെ ചോദ്യം. സങ്കല്പത്തിലുള്ള അള്ളാനെയാണ് വിളിച്ചതെങ്കിൽ, സങ്കല്പത്തിലുള്ള അള്ളാനെയാണ് വിളിച്ചതെങ്കിൽ സങ്കല്പത്തിലുള്ള അള്ളാഹു ഉത്തരം കൊടുക്കുമോ? അത് നമ്മൾ വിശ്വസിക്കുന്ന അല്ല അല്ലെങ്കിൽ ഇവിടെ ഉത്തരം കൊടുക്കുന്ന വേറെ അല്ലയുണ്ടോ
ഇതൊക്കെ ആ നിലക്ക് മനസ്സിലാകട്ടെ എന്ന നിലക്ക് ഞാനന്ന് കൃത്യമായി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളോടൊന്നുകൂടി കേൾപ്പിക്കുകയാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് പേരോട് ആ ചോദ്യത്തെ എങ്ങനെയാണ് അട്ടിമറിച്ചത് എന്നും അട്ടിമറിയുടെ നിജസ്ഥിതി എന്താണെന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് എന്റെ ചോദ്യം ഒന്ന് കേട്ടോളൂ. ഇനി നോക്കൂ, നിങ്ങൾ കഅബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ ഒരു കൂട്ടര്? അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കഅബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ? കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ ആ ഹൽഖ പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അതേപോലെ തന്നെ ഖുറൈശികളും വഖാമ മഅഹു നഫറും മിൻ ഖുറൈശ് യദ്ഊന അല്ലാഹ് വയസ്തൻസിറൂനഹു വലാ അബ്റഹ വജുൻദിഹി. അബ്രഹത്തിനെയും അവന്റെ പട്ടാളങ്ങൾക്കെതിരിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബും ഖുറൈശികളുമൊക്കെ കഅബത്തിന്റെ സമീപ